പൈപ്സ് ആൻഡ് ടാങ്ക്സ് എന്ന ടോപ്പിക്കിലെ വളരെ പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് ഫോർമുലാസ് നമുക്ക് മനസ്സിലാക്കാം. ഒരു ടാങ്കിലെ 2 പൈപ്പുകളിൽ ആദ്യത്തെ പൈപ്പ് തുറന്നാൽ x മണിക്കൂർ കൊണ്ടും രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ y മണിക്കൂർ കൊണ്ടും ടാങ്ക് നിറയുമെങ്കിൽ 2 ടാങ്കുകളും കൂടി ഒരുമിച്ച് തുറന്നാൽ xy/x+y മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. 2 പൈപ്പുകളും കൂടെ ഒന്നിച്ച് തുറന്നാൽ എത്ര മണിക്കൂർ കൊണ്ട് നിറയും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എക്സിന് പകരം 5 മണിക്കൂർ, വൈക്ക് പകരം 8 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ഫോർമുലയിൽ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഒരു ടാങ്കിലെ 2 പൈപ്പുകളിൽ ആദ്യത്തെ പൈപ്പ് തുറന്നാൽ x മണിക്കൂർ കൊണ്ടും രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ y മണിക്കൂർ കൊണ്ടും ടാങ്ക് നിറയുമെങ്കിൽ 2 പൈപ്പുകളും കൂടി ഒരുമിച്ച് തുറന്നാൽ xy/x+y മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ഒരു പൈപ്പിന് നിർഗമന കുഴൽ വഴി ടാങ്ക് നിറയുവാൻ x മണിക്കൂറും ബഹിർഗമന കുഴൽ വഴി ടാങ്ക് ഒഴിയാൻ y മണിക്കൂറും എടുക്കുമെങ്കിൽ 2 പൈപ്പുകളും കൂടി ഒരുമിച്ച് തുറന്നാൽ xy/y-x മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ഒരു പൈപ്പിന് നിർഗമന കുഴൽ വഴി ടാങ്ക് നിറയ്ക്കുവാൻ x മണിക്കൂറും ബഹിർഗമന കുഴൽ വഴി ടാങ്ക് ഒഴിയാൻ y മണിക്കൂറും എടുക്കുമെങ്കിൽ 2 പൈപ്പുകളും കൂടി ഒരുമിച്ച് തുറന്നാൽ xy/y-x മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ഒരു ടാങ്കിലെ 3 പൈപ്പുകൾ തുറന്നാൽ യഥാക്രമം x, y, z മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയുമെങ്കിൽ 3 പൈപ്പുകളും കൂടി ഒരുമിച്ച് തുറന്നാൽ xy/z പിന്നെ ഗ്രൂപ്പ് ചെയ്ത് എഴുതിയാൽ xy/xy+yz+zx മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ടാങ്കിലെ 3 പൈപ്പുകൾ തുറന്നാൽ യഥാക്രമം x, y, z മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. 3 പൈപ്പുകളും കൂടി ഒരുമിച്ച് തുറന്നാൽ ഈ ഷോർട്ട് കട്ട് ഫോർമുല ഉപയോഗിച്ച് ചെയ്താൽ മതി. xy/z പിന്നെ ഗ്രൂപ്പ് ചെയ്ത് എഴുതാം xy+yz+zx മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ഈ കാര്യങ്ങൾ ഹൃദിസ്ഥമാക്കി വെക്കുക. ഈ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും.